നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഭഗവാനെ തിരുവാഭരണം ചാർത്തി നട അടച്ചിട്ട് പോയതാ. ഇപ്പൊ വന്നപ്പോ ശ്രീകോവില് തുറന്നു കിടക്കുന്നു. ക്ഷേത്രത്തിനൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ഇപ്പൊ ആളെ കാണാനില്ല. രാത്രി മറ്റാരെ ഇവിടെ ഉണ്ടായിരുന്നേ? സാർ, ഞാനും ആ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ചുമതലയെല്ലാം ഈ വാസുദേവനെ ഏൽപ്പിച്ച ഞാനും തിരുമേനിയും വീട്ടിലേക്ക് പോയത്. സാർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പുലർച്ചെയായപ്പം ഞാനൊന്ന് മയങ്ങിപ്പോയി. തിരുമേനി വന്ന് പറയുമ്പോഴേ ഞാനിത് അറിയുന്നത് തന്നെ. രാത്രി ഇവിടെ ഉണ്ടായിരുന്നിട്ട് തിരുവാഭരണം മോഷ്ടിച്ചറിഞ്ഞില്ലേ? ഇല്ലേ സാർ, തിരുമേനി പറയുമ്പോഴേ അറിയുന്നേ. ഇത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടല്ലോ. സാർ, ഞാൻ പറയുന്നത് സത്യമാണ്. സാറേ, ആള് വിശ്വസ്തനാ. ആള് വിശ്വസ്തനായിരിക്കും. സ്വർണ്ണമല്ലേ, കണ്ടാ ചിലപ്പോ കണ്ണ് മഞ്ഞളിക്കും. സാർ, സാർ എന്തായി പറയുന്നേ? എന്താ പറയുന്നത് അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. സാറേ, ഇയാള് ഇയാളെ പിടിച്ച് വണ്ടി കയറ്റി പിടിച്ച് കയറ്റി. സാർ, സാർ, ഞാനൊന്നും ചെയ്തു, എനിക്ക് ഒരു അറിവുമില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൽ സാർ, ഞാൻ പറയുന്നത് വിശ്വസിക്കും. സാർ, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ സത്യമാണ് പറയുന്നത്. സാർ, രണ്ടു ദിവസത്തേക്കെങ്കിലും നമ്മൾ മാറി നിൽക്കുന്നതേ നമ്മുടെ പച്ചക്കറി കടയ്ക്ക് പ്രശ്നമാണ്. 2 ദിവസം തുടർച്ചയായി കട അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടമല്ലേ? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പയ്യൻ വന്ന് രാവിലെ കട തുറക്കും. നടക്കുന്ന കച്ചവടം നടക്കട്ടെ. കൂട്ടിയിട്ടല്ലേ പച്ചക്കറിയൊക്കെ ചീത്തയാവും. ചെറിയ നഷ്ടമൊക്കെ വരും. പക്ഷെ ഇപ്പോ നമുക്ക് പ്രധാനം ശ്യാമയുടെ പാട്ടാ. ഇതുപോലുള്ള അവസരം അപൂർവമായിട്ടല്ലേ കിട്ടൂ. എന്റെ കൃഷ്ണന്റെ മധുരയിൽ, എന്റെ കണ്ണന്റെ പുണ്യഭൂമിയിൽ പാടാൻ അവസരം കിട്ടാന്ന് പറഞ്ഞ GK സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മോളെ, ഇതുകൂടി വെച്ചേക്ക്. നല്ല തണുപ്പുള്ള സ്ഥല. കിട്ടുന്നിടത്ത് നിന്ന് ചുക്ക് കാപ്പിയോ ചൂടുവെള്ളമോ എടുത്ത് വെക്കാം. ഹലോ, ക്ഷേത്രത്തിൽ നിന്ന് ശങ്കരനാ. ആ മനസ്സിലായി. എന്താ വിളിച്ചേ? വാസുവേട്ടനെ പോലീസ് കൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോയിന്നോ? പോലീസ്? കൃഷ്ണന്റെ തിരുവാഭരണം രാത്രി മോഷണം പോയി. വാസുവേട്ടനെ സംശയം. ആളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. എന്താ ശമേ? എന്താണ് നീ കാര്യം പറയുന്നുണ്ട്? എന്താന്ന് പറ. എന്താ? അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. പോലീസ് കൊണ്ടുപോയെന്നോ? എന്താ? തിരുവാഭരണം മോഷണം പോയെന്ന്. അച്ഛനെ സംശയം. അല്ല, ആരാ എന്താന്ന് വ്യക്തമായിട്ട് അറിയാതെ അച്ഛനെ പോലീസ് കൊണ്ടുപോകുന്ന വെച്ചാ? എന്താന്ന് എനിക്കറിയില്ല. എന്റെ കൃഷ്ണ, എന്ത് പരീക്ഷണോ? എനിക്കിപ്പോ വാസുവിന്റെ കാണണം. എന്ത് സംഭവിച്ചെന്ന് എനിക്കൊന്ന് അറിയണം. ഞാൻ അഖിൽ സാർ കൂടി എന്താന്ന് അറിഞ്ഞിട്ട് വരാം. അമ്മ ഒന്ന് സമാധാനമായിട്ട് നിക്ക. താൻ വരണ്ട, ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ഞാനും കൂടെ. സാരമില്ല, ഇത് വെറും സംശയത്തിന്റെ പേരിലാവും. അച്ഛനാണല്ലോ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമാണ്. ഞാനിപ്പോ വരാം. സാർ, ഞാനും കൂടെ വന്നോട്ടെ? വേണ്ട ശമേ, ഞാൻ അവിടെ ചെന്ന് വേണ്ടത് ചെയ്യാം. അച്ഛനെ കൂട്ടി ഞാൻ ഇപ്പൊ വരാം. താനൊരു കാര്യം ചെയ്യും, പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. ഒന്നും മുടക്കണ്ട. അമ്മേ, കരയണ്ട. ഞാൻ അച്ഛനെയും കൂട്ടി പെട്ടെന്ന് വരാം. എന്റെ മോള് കണ്ണാ, നിന്റെ അടുത്തേക്ക് ഞാൻ വരാനിരുന്നപ്പോ നീ വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ? വാസുവേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇപ്പൊ പോലീസ് സ്റ്റേഷനില്
ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ലല്ലോ ഭഗവാനെ. അച്ഛനെ അവര് തല്ലു അമ്മേ? അറിയില്ല മോനെ, ഒരു നോർത്തിട്ട് എനിക്ക് വയ്യ. അമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും വരാനുള്ളത് വന്നു. ഇനി എങ്ങനെ അച്ഛനെ അതിൽ നിന്ന് രക്ഷിക്കാം, അതല്ലേ നമ്മൾ നോക്കേണ്ടേ? എന്നാലും മോളെ, അമ്മേ, അഖിൽ സാർ അതിനല്ലേ പോയിരിക്കുന്നത്. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഉറപ്പായും അച്ഛൻ അവരെ വിട്ടയക്കും. ദേ അഖിലേട്ടൻ വന്നു. അല്ല, അച്ഛനെവിടെ? വാസുവേട്ടൻ അവരെ വിട്ടയച്ചിലേക്ക് മോനെ. ഇല്ലമ്മേ, വിട്ടില്ല. അതിന് അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല എന്ന് നമുക്കറിയില്ലേ? സംഗതി ശരിയാണ്, പക്ഷേ കേസ് അല്പം സ്ട്രോങ് ആണ്. രാത്രി ക്ഷേത്രത്തില് അച്ഛനും സെക്യൂരിറ്റി മാത്രം ഉണ്ടായിരുന്ന. രാവിലെ സെക്യൂരിറ്റിയെ കാണാനില്ല. തിരുവാഭരണം തിരിച്ചു കിട്ടിയിട്ടുമില്ല. അതിനൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ പോലീസ് അച്ഛനെ റിലീസ് ചെയ്യൂ. എന്നൊക്കറിയില്ല. അപ്പോ അച്ഛൻ ഇന്ന് രാത്രി സ്റ്റേഷനിലെ സെല്ലിൽ കഴിയണമെന്നാണോ? അതിനിടയ്ക്ക് അച്ഛനെ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വിജയിച്ച ഭാഗ്യം. സാർ, ഞാൻ JK സാറിനെ ഒന്ന് വിളിക്കാം. മധുരയിലെ പ്രോഗ്രാമിന് എത്തില്ല എന്ന് പറയാം. അച്ഛൻ ഇങ്ങനൊരവസ്ഥയില് എനിക്ക് പാടാൻ വയ്യ. JK സാറിനെ വിളിച്ച് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാനോ? എന്ത് മണ്ടത്തുര ശ്യാമേ നീ പറയുന്നത്? അച്ഛൻ ഈ വീട്ടിൽ തിരിച്ചെത്താതെ ഞാൻ എങ്ങോട്ടുമില്ല. ആദ്യ ശ്യാമ, ഞാൻ പറയുന്ന കേൾക്ക്. ശ്യാമ കൃത്യസമയത്ത് മധുരയിൽ പോകുന്നു, പ്രോഗ്രാമിൽ പാടുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ചെയ്തോളാം. സാർ, ശ്യാമ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ വേണ്ട. എയർപോർട്ടിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഫ്ലൈറ്റിൽ കയറുന്ന കാര്യമൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്യാമ, പോകാനുള്ള കാര്യം നോക്ക്. അയ്യോ സാർ. ഒന്നും പറയണ്ട, വേഗം റെഡിയാവ്. ഞാൻ ശ്യാമയെ എയർപോർട്ടിലാക്കിയിട്ടേ സ്റ്റേഷനിലേക്ക് പോകുന്നുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.